എല്ലാവർക്കും ഇന്ന് എന്താ ഉച്ചയ്ക്ക് സ്പെഷ്യലായി. നമുക്ക് സർജറിക്ക് ശേഷം നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണത്തിൻ്റെ ഒപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പച്ചക്കറിയുടെ ഉപ്പേരി, എന്തെങ്കിലും കറി വേണം എന്തായാലും. അപ്പോൾ ബീട്രൂട്ടാണ് കൂടുതലും കഴിക്കാറ്. കാരണം നമുക്ക് ഹീമോഗ്ലോബിനൊക്കെ കുറവായതുകൊണ്ട് ബീട്രൂട്ടാണ് കൂടുതലും നമ്മൾ പ്രിഫർ ചെയ്യാറ്. അപ്പോൾ ബീട്രൂട്ട് അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ. അപ്പോൾ അതിൽ കുറച്ച് വേപ്പിലയും അച്ഛൻ നമ്മുടെ സബോള എക്സ്ട്രാ സബോള അരിയുണ്ട്. ഇത് എക്സ്ട്രാ സബോളയും വെളുത്തുള്ളിയും മറ്റേ ചെറിയ ഉള്ളിയും കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തിട്ട് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ എന്നും ബീട്രൂട്ടല്ല, ക്യാരറ്റ്, കോവയ്ക്ക, ചീര, അങ്ങനെ നമുക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലും ഒരു ഉപ്പേരി നമുക്ക് വേണം. നമ്മുടെ ഡയറ്റ് ചാർട്ട് അനുസരിച്ച് നമുക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും. മഞ്ഞൾപ്പൊടി എത്ര യൂസ് ചെയ്യണോണ്ടും കുഴപ്പമില്ല, മഞ്ഞൾപ്പൊടി കുറച്ചധികം ഇടും, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ബി പിയുടെ പ്രശ്നമുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇടുള്ളൂ, ഉപ്പും കുറച്ച് മുളക് പൊടി ഇടും. എന്നിട്ട് നന്നായിട്ട് തിരുമ്മും അത്. അപ്പോൾ അവിടെ എന്നിട്ട് വന്ന് അടുക്കളയിൽ നിന്നിട്ട് എന്തോ ചോദിക്കുകയാണ് കേട്ടോ, എന്തോ കത്രിക കൊടുക്കാൻ ചോദിക്കുകയാണ്. കത്രിക കൊടുത്ത് ശരിയാവില്ല. ചോറൊക്കെ വെക്കണുള്ളൂ, ചോറൊക്കെ ഈ സമയമാകുമ്പോഴേ വെക്കുള്ളൂ, ചൂട്ടോടെ കഴിക്കണം നമുക്ക്. അതുകൊണ്ട് ഈ സമയമാകുമ്പോഴേ ചോറൊക്കെ വെക്കുള്ളൂ. അപ്പോൾ ഭയങ്കര ദേഷ്യത്തിലാണ്. അത് എന്താ വിചാരിച്ച സാധനം അപ്പം തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ ഭയങ്കര ഇതാവും. ആ സർജറി കഴിഞ്ഞാൽ അമ്മേനെയാണ് ഇട്ടിട്ട് വലിക്കുന്നത്. എന്താ ഉദ്ദേശിക്കണേന്ന് അവന് മാത്രമേ അറിയുള്ളൂ. കത്രികയാണ് ചോദിക്കുന്നത്. ഭയങ്കര ശക്തിയാട്ടോ, ഭയങ്കരമായിട്ട് വലിച്ചാൽ പോരും. ഇത് റോബസ്റ്റ് ഇന്നലെ മേടിച്ചതാ. എനിക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് റോബസ്റ്റാണ് കൊടുക്കുന്നത്. ഫ്രിഡ്ജിൽ എന്താ ബീട്രൂട്ടിക്ക് ഇടാൻ വേണ്ടി കുറച്ചും കൂടി വേപ്പില തപ്പാൻ നോക്കുമ്പോൾ വേപ്പില കഴിഞ്ഞു, വേപ്പിലില്ല. അതിൻ്റെ ഇഞ്ചക്ഷൻ്റെ മരുന്ന് നോക്കിയാട്ടോ. നമുക്കിനി ആവശ്യമില്ല ബ്ലഡ് വയ്ക്കാനുള്ള ഇഞ്ചക്ഷൻ്റെ മരുന്ന് നോക്കിയിട്ട് നമ്മൾ ചട്ടി എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ 2 സ്പൂണല്ല 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നമുക്ക് 4 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒരു ദിവസം ഉപയോഗിക്കാൻ പാടുള്ളൂ. വെളിച്ചെണ്ണ ഇതായി വരുമ്പോൾ, കാഞ്ഞ് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ഇട്ടിട്ട് കടുക് പൊട്ടിച്ച് നമ്മൾ കടുക് പൊട്ടുന്ന വരെ വെയിറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ബീട്രൂട്ടിൻ്റെ ആ മിക്സ് ചെയ്തത് നമ്മളതിലിട്ട് കൊടുക്കും. നമ്മൾ ഉച്ചയ്ക്ക് കുറച്ച് ചോറും കുറേ ഈ ഉപ്പേരിയും കൂട്ടി കഴിക്കുക. നമ്മൾ കുറച്ച് നാൾ ഇതുപോലെ തന്നെ ഡയറ്റ് കൺട്രോൾ ചെയ്ത് പോകേണ്ടി വരും. ഇവിടെ മിക്ക ദിവസം ബീട്രൂട്ട് തന്നെയാവും. അപ്പോൾ ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 1 ടീസ്പൂൺ കഴിച്ച് നോക്കി. അപ്പോൾ അടുത്തതിൽ കാണാം.